ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. 57,700 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 90 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്കൊരു 607 കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ എൻട്രിയും എക്സിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് വയ്ക്കാം. പ്ലോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ട്രേഡ് എടുത്ത ഉടനെ തന്നെ നമ്മളുടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആയ ഉടനെ തന്നെ നമ്മൾ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ റെഡ് കാണിക്കുന്നുണ്ട്. ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസ് കാണിച്ച് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാം. ജസ്റ്റ് ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 25 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിൽ വരും. 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളുടെ ടാർഗറ്റ് വയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും പോയി സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എനിവൈസ് ഒരു 57,700 പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. 90 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് സെറ്റപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 607.47 കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 607 ആണ് നമുക്ക് എൻട്രി കിട്ടിയത്. 582ഉം 58 ട്രിഗർ വന്നിട്ട് 583യും ഓക്കെ 583യും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു നെഗറ്റീവ് റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ഡേയ്സ്, എങ്ങനെയാണ് ട്രേഡ് നടക്കുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാതെ മൂവ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ ക്യാപിറ്റലിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിനെ നമ്മൾ വാഷ് ഔട്ട് ചെയ്യാതിരിക്കുക. മാക്സിമം അത് മാത്രം ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്ത് ഒരൊറ്റ കാര്യം മാത്രം മൈൻഡിൽ വെച്ചാൽ മതി. നാളെയും മാർക്കറ്റുണ്ട് എന്ന് മാത്രം വയ്ക്കുക. റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. റിവെഞ്ച് ട്രേഡിലൂടെ മാത്രമായിരിക്കും കൂടുതൽ നഷ്ടങ്ങളുണ്ടാവും. സോ റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു 1-2 ട്രേഡ് അല്ല മാക്സിമം 3 ട്രേഡ്, അതിനപ്പുറം ട്രേഡ് എടുക്കാതിരിക്കുക. സിസ്റ്റം ലോസ് ആയാൽ ക്ലോസ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മളൊരു ഒരു വെയിറ്റ് ചെയ്യുകയോ അടുത്തൊരു ട്രേഡിന് വേണ്ടി ബലം പിടിച്ചിരിക്കുകയോ നോക്കിയിരിക്കുകയോ ചെയ്യാതിരിക്കുക. നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം ഇപ്പം ഞാൻ എൻ്റെ സെറ്റപ്പ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രോപ്പർ സെറ്റപ്പ് കണ്ടുപിടിക്കുക. ഒരു 100 ട്രേഡിംഗ് ഡേയ്സിലേക്ക് അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ലൈവ് മാർക്കറ്റിനെ അതിനെ പേപ്പർ ട്രേഡ് ചെയ്യുക ഒരു 5 ദിവസം. ആ പേപ്പർ ട്രേഡ് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ട്രേഡ് എടുക്കരുത്. കാരണം ഇമോഷൻസിനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ലൈവ് മാർക്കറ്റിൽ നമ്മളുടെ ഒരു ഫണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. സോ മാർക്കറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തു, നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത അതേ ട്രേഡിംഗ് സെറ്റപ്പിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. മാർക്കറ്റിൽ മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ആസ് ഓഫ് നൗ. ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് മാത്രം അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോകുന്നതാണ് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 1500-1600 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിലും നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ഒന്ന് ടാർഗറ്റിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 657 ആണ് നമ്മളുടെ ടാർഗറ്റ്. മാർക്കറ്റ് അത്രയും നമ്മളുടെ ക്ലോസ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് അടുത്തെത്തിയിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി നമുക്ക് ഫേവറായിട്ട്. ഇപ്പം ഇതിൻ്റെ മുന്നിലത്തെ ക്യാൻഡിൽ നിങ്ങൾ വാച്ച് ചെയ്ത് കാണുമായിരിക്കും. അത്രയും വലിയ റിജക്ഷൻ ക്യാൻഡിലായിട്ട് ഫോമായിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തോട്ട് വന്ന് നമ്മളുടെ ഒരു ക്ലോസിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻട്രി പോയിൻറ്റിൽ തന്നെ തിരിച്ച് മാർക്കറ്റ് എത്തിയത്. വീണ്ടും ഇവിടുന്ന് മാർക്കറ്റ് ഒരു നല്ല മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഒരു 641 നമ്മളുടെ ഒരു 657 ആണ്. ഒരു 10 പോയിൻറ്റിൻ്റെ അടുപ്പിച്ച് മാർക്കറ്റിൽ നമ്മൾ എവേ ഫ്രം ദി സ്റ്റോപ്പ് ലോസ് ആണ്. ഞാനിപ്പോൾ ഈ ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ കൂടി ജസ്റ്റ് താഴത്തോട്ട് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കേതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. 657 ആണ് നമ്മളുടെ ടാർഗറ്റ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റോപ്പ് ലോസിനേക്ക് പ്ലേസ് ചെയ്തേക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു 641 ഒരു 10 പോയിൻറ്റ് അല്ലെങ്കിൽ 10-17 പോയിൻറ്റിൻ്റെ മാത്രമാണ് ഒരു ഡിഫറൻസ് നമുക്ക് ഉള്ളത്. നമ്മൾ ടാർഗറ്റ് വച്ചിരിക്കുന്നത് 657 ആണ്. ആ ഒരു അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് മാർക്കറ്റ് ഇപ്പോൾ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും, നമ്മളുടെ ടാർഗറ്റ് തരുമെന്ന്. പക്ഷേ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് വീണ്ടും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. മോഡിഫൈ ചെയ്താൽ സ്റ്റോപ്പ് ലോസ് വെരി ക്ലോസ് ടു അത്രയും നല്ലൊരു മൊമെൻറ്റം ചെന്ന ഒരു 7 പോയിൻറ്റിൻ്റെ മാത്രം ഡിഫറൻസിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തിയേക്കണേ. കുഴപ്പമില്ല. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ കാത്തിരിക്കുമായിരുന്നു തോന്നുന്നു മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2000 ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനിവരെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പം ഒരു റിവേഴ്സൽ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ ആണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. വളരെ പ്രോപ്പർ റീസണും വെറുതെ റാൻഡംലി കയറി എൻട്രി എടുത്തല്ല. ഞാൻ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ റീസണും ട്രേഡ് എടുക്കാനുള്ള കാരണവും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മളുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും തന്നെയാണ്. ഇനിയിപ്പോൾ ഇതും നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഈ ഒരു ട്രേഡിൽ നിന്ന് ഇറങ്ങും. ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് ഒരു 783 റേഞ്ചിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം. നമുക്ക് ഒരു റെഡാണ് കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 590യും സ്റ്റോപ്പ് ലോസ് 580യും 580 ഒരു 1ഉം. ഓക്കെ, മാർക്കറ്റ് അവിടെ നിന്നൊരു റിജക്ഷൻ കാണിച്ച് ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ളൊരു ചാൻസും കൂടെ കാണിക്കുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ലോസ് മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. എഗെയിൻ വീണ്ടും നമ്മളുടെ ഒരു എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ ഒരു എൻട്രി ഏരിയയിലേക്കിട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനപ്പോൾ കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണെന്ന് വിചാരിച്ചാണ് ഞാനൊന്ന്
പോസ് ചെയ്തത്. ഓക്കെ, എനിവൈസ് മാർക്കറ്റ് അവിടെ നിന്നൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കി അത്യാവശ്യം മേളിലേക്ക് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഏകദേശം നമ്മളുടെ ഒരു കോസ്റ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഏതായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് വീണ്ടും എഗെയിൻ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഫേവർ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഇനി അതല്ല നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം ഇന്ന് ക്ലോസ് ആയിരിക്കും. ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. അയ്യോ, അതിന് മുന്നേ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത ഫൈൻ. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളുടെ ടാർഗറ്റിനെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് വെരി ഗുഡ്, അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. 655ഉം 656ഉം നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്ന പകരം ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് കണ്ടിന്യൂസ് മൊമെൻറ്റമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3000 പ്ലസ് 5000 പ്ലസിൻ്റെ പ്രോഫിറ്റ്, ഒരു 1000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ആയിരുന്നു. ഇനിയിപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഒരു ഓപ്പണിംഗ് കിട്ടിയത് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് 5800, 6000. വെരി ഗുഡ്, അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചാലും റൈറ്റ് 661, 662 മാർക്കറ്റ് ഫൈൻ. നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ് അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട്. എനിവേയ്സ് ഇന്നത്തെ ട്രേഡ് എങ്ങനെ ഉണ്ടായെന്ന് പറയണം. ഒരു ഓവറോൾ നമ്മളുടെ ലോസിനെയും കഴിഞ്ഞിട്ട് നമ്മളൊരു 2000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ലോജിക്കിൽ എടുത്ത ട്രേഡായിരുന്നു. ഞാൻ ട്രേഡിനെ ഇതിനൊന്ന് മാറ്റിയാൽ ട്രേഡ് വളരെ സിമ്പിളായിരുന്നു. ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോമായി അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ടാർഗറ്റും അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും ആണ് വെച്ചത്. മാർക്കറ്റ് ഒന്ന് മേളിലേക്ക് പോയെങ്കിലും താഴത്തെത്തി. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് ഒരു 7 പോയിൻറ്റ്സ് അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അവിടുന്ന് മാർക്കറ്റ് തിരിയാൻ തുടങ്ങി. ഇങ്ങനെ വന്ന് ഇതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചാൽ ഇങ്ങനെ വന്നു മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ശേഷം തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോമായി. ആ ഒരു ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് മാർക്കറ്റ് ഇമീഡിയറ്റ്ലി നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓവറോൾ നമ്മുടെ ലോസിനെയും കൂടെ റിക്കവർ ചെയ്ത് ഒരു 2000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു, ബൈ.